അടുത്തിടെ അമേരിക്കയിലെ ചില രാഷ്ട്രീയ സൈനിക നേതാക്കളുടെ പ്രസംഗങ്ങൾ വീണ്ടും വലിയ ചർച്ചയാകുകയാണ്. കാരണം അവരുടെ പ്രസംഗങ്ങളിൽ തിന്മ, നീതി പോലുള്ള മതപരമായ വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നു. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് അടുത്തിടെ നടത്തിയ ഒരു പ്രാർത്ഥനയിൽ ദയ അർഹിക്കാത്തവർക്കെതിരെ അതിശക്തമായ ആക്രമണം എന്ന പ്രയോഗം വിവാദമായിരുന്നു. ഇറാനെതിരായ സൈനിക നടപടിയെപ്പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹം ബൈബിളിലെ സങ്കീർത്തനങ്ങൾ ഉദ്ധരിച്ചിരുന്നു. Give them wisdom in every decision, endurance for the trial ahead, unbreakable unity, and overwhelming violence of action against those who deserve no mercy. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുയും ഗാസ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത്, യുദ്ധത്തിനൊരു കാലം, സമാധാനത്തിനൊരു കാലം. അതേസമയം ഇറാനിലെ നേതാക്കളും പലപ്പോഴും മുസ്ലിം രാജ്യങ്ങൾ ഐക്യപ്പെടണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് പാശ്ചാത്യ ശക്തികൾക്കെതിരായ ഭാഷയിൽ. ഇത് പുതിയ കാര്യമല്ല. ചരിത്രത്തിൽ പല യുദ്ധങ്ങളും മതത്തിന്റെ ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ക്രുസേഡ്സ്. 1095 ആരംഭിച്ച ക്രുസേഡ്സിൽ ജെറുസലേം തിരിച്ചുപിടിക്കാനുള്ള യുദ്ധം ഒരു രാഷ്ട്രീയ പോരാട്ടം മാത്രമല്ല, ഒരു വിശുദ്ധ ദൗത്യം എന്ന രീതിയിലും അവതരിപ്പിക്കപ്പെട്ടിരുന്നു. മതപരമായ ഭാഷ ഉപയോഗിക്കുമ്പോൾ യുദ്ധം വെറും രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ലാതാകുന്നു. അത് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം എന്ന വികാരപരമായ രൂപം കൈക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ചില വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ആധുനിക യുദ്ധങ്ങളെ മതപരമായി അവതരിപ്പിക്കുന്നത് സംഘർഷങ്ങളെ കൂടുതൽ അപകടകരമാക്കാമെന്നാണ്. കാരണം ഒരു യുദ്ധം പവിത്രമായ പോരാട്ടമായി മാറുമ്പോൾ സമാധാന ചർച്ചകൾ പോലും കൂടുതൽ ബുദ്ധിമുട്ടാകാം. പക്ഷേ മറ്റു ചിലർ പറയുന്നത് യുദ്ധസമയത്ത് നേതാക്കൾ മതഭാഷ ഉപയോഗിക്കുന്നത് പുതിയ കാര്യമല്ല. അതിലൂടെ ജനങ്ങളിൽ ധൈര്യവും ഐക്യവും സൃഷ്ടിക്കാനാണ് ശ്രമമെന്നുമാണ്. എന്നാൽ ഇപ്പോൾ ഉയരുന്ന വലിയ ചോദ്യം, ആധുനിക യുദ്ധങ്ങൾ വീണ്ടും മതത്തിന്റെ ഭാഷയിലേക്ക് മാറുകയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റിൽ പറയൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.